അപ്പൊ അഫ്സലക്ക ആൻഡ് ശ്രേയ, എന്താണ് ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഷോയിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഞങ്ങളുടെ 200th എപ്പിസോഡിൽ വന്നു, കുറേ വിശേഷം സംസാരിച്ചു. ഇപ്പൊ വീണ്ടും നമ്മൾ വിശേഷങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അഫ്സലക്കയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അവരുടെ കഴിവുകൾ തെളിയിക്കാനും അവർക്ക് വേണ്ടി ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് റെഡ് കാർപ്പറ്റ്, പല മേഖലകളിൽ നിന്നുള്ള. തീർച്ചയായിട്ടും കാണുമ്പോൾ വളരെ സന്തോഷമാണ്. സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകിച്ച് വീട്ടിൽ എൻ്റെ വൈഫും റെഗുലറായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ അവർക്കും സന്തോഷമായിരുന്നു. താങ്ക് യു സോ മച്ച്. ശ്രേയക്ക് എന്ത് തോന്നി? കുറെ നാളായോ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ മിസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു അനുഭവം തോന്നിയോ? എന്തായാലും എനിക്ക് കുറച്ചായി ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വന്നിട്ട്. അപ്പം എന്തായാലും ഒന്ന് വന്നാലും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും പാട്ട് കേൾക്കാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ അഫ്സലക്കയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ ചോദിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഒരു കാര്യം ചോദിക്കണം മനസ്സിലായിരുന്നു. നമ്മളെല്ലാവരും വിദേശത്ത് ഒരുപാട് ഷോസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഏകദേശം എത്ര സ്ഥലത്ത് പോയിട്ടുണ്ടാവും? ഇനി ഏതെങ്കിലും സ്ഥലം പോവാനുണ്ടോ? പാസ്പോർട്ടിന്റെ എണ്ണങ്ങൾ എന്തോരമായി? അതൊക്കെ ഇവിടെ വിളിച്ചു പറയണം. എത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? രാജ്യങ്ങൾ, മലയാളികളുള്ള ഒട്ടേറെ ഗൾഫ് കൺട്രീസ് പോയി. പിന്നെ US, യൂറോപ്യൻ കൺട്രീസ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെ മലയാളി ആഫ്രിക്കൻ സ്ഥലത്ത് പോവാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലും സ്ഥലം തോന്നി? അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി മലയാളികളുള്ള സ്ഥലത്ത് ഇനിയും പോയി അവർക്ക് വേണ്ടി പാടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ശ്രേയ പിന്നെ വളരെ കുഞ്ഞിലെ മുതൽ ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടല്ലേ? അതിൽ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഓർമ്മ വയ്ക്കുമ്പോൾ പുറത്തൊന്നുമല്ല, എനിക്ക് ഇവിടെ നാട്ടിൽ തന്നെ കാലിക്കറ്റിൽ വെച്ച് തന്നെ നടന്ന ഗോപികളുടെ ഇതായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ജാം ഗ്രാബ് എന്ന പ്രോഗ്രാമിന്. അതിന് ഗോപികൾ ജാം ഗ്രാബ് എന്നല്ല, എല്ലാ പ്രോഗ്രാമിനും ഗോപികളുടെ പോകുമ്പം ആദ്യം അങ്കിൾ എന്നെ കയ്യിൽ പൊക്കിയെടുത്തിട്ടാണ് സ്റ്റേജിലേക്ക്, എൻ്റെ ഫസ്റ്റ് സോങ്ങിന് എന്നെ പൊക്കിയെടുത്തിട്ട് മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് കൊണ്ടുപോവുക. അതെനിക്ക് ഭയങ്കര ഒരു ക്യൂട്ട് മൊമെന്റ്സിൽ ഓർമ്മകളായിരുന്നു. പിന്നെ പുറത്ത് ഓരോ സ്ഥലത്ത് ഇപ്പം MG അങ്കിളുടെ കൂടെ US പോയി, UK, പിന്നെ നമ്മൾ ഒരുമിച്ച് ഓസ്ട്രേലിയയിൽ പോയി. അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ്. ഇതൊരു അപ്പൊ അഫ്സലക്ക, ശ്രേയ, നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഷോയിൽ വരാൻ പോകുന്ന അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ എന്നൊക്കെ പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഒരേ ഒരു സമയത്തിൽ ചെയ്തു തീർക്കുന്ന അവർക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് റെസ്പോൺസിബിൾ ആയിട്ട്, എന്നാൽ അതിൻ്റെ കൂടെ കലയെ സ്നേഹിക്കുന്ന, കലയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്ന, അങ്ങനെ തികച്ചും ഒരു പെൺകരുത്തിന് പ്രതീകമായ ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് വിളിക്കാൻ പോകുന്നത്, നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അഞ്ജന. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജന സുരേന്ദ്രൻ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് സ്വദേശം. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഡെയിലി ഫ്രഷ് ഫിഷിൻ്റെ ഷോപ്പിൽ നിന്നാണ്. ഞാനിവിടെ ഡെലിവറി ഗേളായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൈറ്റ് കോളർ ജോബ് ഉണ്ടെങ്കിൽ ചെയ്യൂ എന്നൊരു നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ആളാണ്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലോക്ക്ഡൗണും കൊറോണയൊക്കെ വന്ന സമയത്ത് മുന്നോട്ട് ജീവിക്കാൻ വേറെ മാർഗമില്ലാതെ ആയ സമയത്താണ് ഞാൻ ഈ ഒരു ഫിഷിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി സമയമാവണു. 3 മണി കഴിയുമ്പോൾ ഇവിടെയാണ് ചായകാടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ബില്ലിംഗ് സെക്ഷനിലാണ് മെയിനായിട്ട് നിൽക്കുന്നത്. എങ്കിലും ഇവിടെ 2 സ്റ്റാഫേ ഉള്ളൂ. അപ്പോൾ തിരക്ക് വരുന്ന സമയത്ത് എല്ലാ ജോലികളും ചെയ്യും. കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എടുക്കാനും, സർവ് ചെയ്യാനും, ചായ ഉണ്ടാക്കാനും, പാത്രം കഴുകാനും എല്ലാ ജോലിയും ചെയ്യും. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഏത് സാഹചര്യത്തിലും ഞാൻ മുറുകെ പിടിച്ചു വെക്കുന്നത് എൻ്റെ ഉള്ളിലെ കലയും എൻ്റെ സംഗീതവുമാണ്. സംഗീതം എന്ന് പറയുമ്പോൾ നാടൻപാട്ടാണ്. ഞാനൊരു നാടൻപാട്ട് കലാകാരിയാണ്. നാടൻപാട്ടാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. കുഞ്ഞുനാൾ തൊട്ടേ സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് പോകുമായിരുന്നു. ആദ്യമൊക്കെ ഒരു ഉപജീവന മാർഗമായിരുന്നെങ്കിലും പിന്നീട് അത് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ചന്തത്തിലാടിവാ, നല്ല ചന്തമോടാടിവാ, സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ടേ നിങ്ങൾ ചന്തത്തിലാടിവാ, നല്ല ചന്തമോടാടിവാ. ഈ കഴിഞ്ഞ ഓൾ ഇന്ത്യ ലെവൽ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ കേരളത്തിന് വേണ്ടിയിട്ട് നാടൻപാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ 10 പെൺകുട്ടികൾക്കൊപ്പമാണ് റെഡ് കാർപ്പറ്റിൻ്റെ വേദിയിൽ ഞങ്ങൾ ഇന്ന് എത്തുന്നത്. ഞങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പ്പിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം.
കണ്ടസ്റ്റന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഞങ്ങളുടെ പെൺകരുത്തിന്റെ പ്രതീകമാണ് അഞ്ജന. ഈ അഞ്ജനയുടെ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ തീരുന്നവരെ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു ദിവസം ചെയ്യണ്ടാവുക? എനിക്ക് രാവിലെ 8 മണിയാകുമ്പോൾ ജോലിക്ക് കയറണം. ആ. ഞാനൊരു ഫിഷിന്റെ ഷോപ്പിൽ ഡെലിവറി ഗേളായിട്ടാണ് രാവിലെ ജോലി ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ വീട്ടില് കുറച്ച് ഒരു പോത്തുകുട്ടനുണ്ട്, ഒരു പശുക്കുട്ടി ഉണ്ട്. പോത്തുകുട്ടൻ? അപ്പുകുട്ടൻ എന്നാ അതിന്റെ പേര്. അപ്പോ കുറച്ച് കാടക്കോഴിയൊക്കെ ഉണ്ട്. രാവിലെ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് 8 മണിയാകുമ്പോൾ ഷോപ്പിലേക്ക് അഞ്ജന തന്നെയാണ് നോക്കുന്നത്. അതെ അതെ. അമ്മയുണ്ട്, അമ്മ ഹെൽപ്പ് ചെയ്യും. എനിക്ക് രാവിലെ പറ്റാത്ത സമയങ്ങളിൽ അമ്മയുടെ ഹെൽപ്പ് ഉണ്ടാവും. അമ്മക്കും രാവിലെ ജോലിക്ക് പോകണം. അമ്മ ഒരു കുഞ്ഞിനെ നോക്കാൻ പോകുന്നതാണ് ഒരു വീട്ടിൽ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പിൽ കയറുക. ഫിഷിന്റെ ഡെലിവറി ആയതുകൊണ്ട് തന്നെ രാവിലെ മോർണിംഗ് തൊട്ട് തുടങ്ങും. ഉച്ച വരെ അവിടെ ഡെലിവറിക്ക് പോവും. ഉച്ച കഴിയുമ്പോഴത്തേക്കിനും ഒരു ടീ ഷോപ്പ് ഉണ്ട്. ബില്ലിംഗ് സെക്ഷനിലാണ് ഉച്ച കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പോയി പശുവിനെ പോത്തിനെ കഴിച്ച് വീടിന്റെ അടുത്ത് തന്നെയാണ്. അവരെയൊക്കെ കെട്ടി തിരിച്ച് വീണ്ടും ഷോപ്പിലേക്ക് വരും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 10-10:30 ആ സമയമൊക്കെ ആവും. പിന്നെ ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, അതിടയ്ക്ക് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അടിപൊളി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു അച്ചീവ്മെന്റിന്റെ കാര്യം എടുത്ത് പറയണം അല്ലേ? ഓൾ ഇന്ത്യ യൂത്ത് ഫെസ്റ്റിവൽ, അതിന് അഞ്ജനയുടെ ടീമാണ് ഫസ്റ്റ് പ്രൈസ്. സോ അതെങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചു ഇതിന്റെ ഇടയിൽ? ഞങ്ങൾക്ക് ചന്ദ്രൂർ മായ എന്ന് പറയുന്ന ഒരു നാടക നാടൻപാട്ട് കലാസമിതി ഉണ്ട്. ഞാൻ അതിലാണ് വർക്ക് ചെയ്യുന്നത്. കമൽ ചന്ദ്രൂർ എന്നാണ് എൻ്റെ ഗുരുനാഥന്റെ പേര്. അതിൻ്റെ ഒപ്പം മണിക്കൂട്ടൻ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെയുള്ള ഒരു ചേട്ടായിയാണ്. അപ്പൊ ഞാനും ചേട്ടായും കൂടെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. തനത് നാടൻപാട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ഞങ്ങൾ സ്കൂൾ കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ഓൾ ഇന്ത്യ ലെവല് നാടൻപാട്ട് മത്സരത്തില് കേരളത്തിന് വേണ്ടി 1ാം സ്ഥാനം നേടി. കേരളം 1ാം സ്ഥാനം നേടി. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പങ്കെടുത്തതും 10 പെൺകുട്ടികളാണ്, പെൺകരുത്തുകളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അത് പാട്ട് പാടുക അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ചെയ്യുക എന്നതിലുപരി പാട്ടും ഇൻസ്ട്രുമെന്റും ഒരേപോലെ ചെയ്യുക, രണ്ടും എല്ലാവരും ഒരുപോലെ കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു തീമിലാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അങ്ങനെ നേടിയൊരു വിജയമാണത്. അതെ, അത് വലിയൊരു വിജയം തന്നെയാണ് അല്ലെ? ഒരു ഇത്രയും നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഈ ഫിഷ് ഡെലിവറി ആ ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ടീ ഷോപ്പിൽ അതൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? മുന്നേ ഉണ്ടായിരുന്നോ അതെയോ? എനിക്ക് മുന്നേ ഇല്ലായിരുന്നു. കാരണം ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കുരുത്തോല വെച്ചിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒപ്പം പഠനവും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കൊറോണയും ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വെഡിങ് വർക്കുകൾ എല്ലാം നമുക്ക് ഇല്ലാതായി. അപ്പോൾ 1 മാസത്തോളം എല്ലാവരെയും പോലെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു സാഹചര്യമായി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ മുന്നിൽ കണ്ടൊരു ഓപ്ഷൻ ഇതാണ്. പിന്നെ മറ്റുള്ളവർ കളിയാക്കുന്നതൊന്നും നോക്കിയിരുന്നാലും നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും അതിന് അന്തസ്സുള്ള എന്ത് ജോലിയും ചെയ്യാലോ. കളിയാക്കുന്നവരാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പോത്തിനെ വളർത്തിയ സമയത്ത് എന്റെ നാട്ടിൽ ഭൂരിഭാഗം ആൾക്കാർ എന്നെ പോത്തേന്ന് വിളിക്കുന്ന ആൾക്കാരായിരുന്നു. കാരണം ഞാൻ ഫുൾ ടൈം അവന്റെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾ പോകുമ്പോ തന്നെ 2 പോത്ത് പോകുന്നു എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഫിഷിന്റെ ഷോപ്പിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഇന്ന് മീൻ കച്ചവടമൊന്നും ഇല്ലേ, കഴിഞ്ഞോ, ഒന്ന് നേരത്തെ കഴിഞ്ഞോ, എങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് ചായക്കടയിൽ പോയപ്പോൾ ചായക്കാരിന്ന് വിളിച്ച് കളിയാക്കുന്ന ആൾക്കാർ ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള ഓരോരോ മനുഷ്യരാണ്. നെഗറ്റീവും പോസിറ്റീവും എപ്പോഴും ഉണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഈ പോത്തുകൂട്ടനുമായിട്ട് ഭയങ്കര ആത്മബന്ധമാണോ? അതെ, വല്ലാത്തൊരു ആത്മബന്ധം. എങ്ങനെയാണ് അങ്ങനെ ഒരു പോത്തുമായിട്ട് ഇടപെടുമ്പോ പേടിയില്ല? എനിക്ക് ആനിമൽസിനെ പൊതുവെ ഇഷ്ടമാണ്, പെറ്റ് ലവറാണ്, വളർത്താൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിനു മുന്നേ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പോലെ സമയമായി. ചേട്ടായിയാണ്, മണിക്കൂട്ടൻ ചേട്ടനാണ് പറഞ്ഞത് നമുക്കൊരു പോത്തുകൂട്ടനെ വാങ്ങാം. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച വേറൊന്നും അല്ല, വളർത്തി വലുതാക്കുമ്പോൾ കൊടുക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉദ്ദേശിച്ച് തന്നെയാണ് വാങ്ങിയതും വളർത്തിയതും. കൊണ്ടുവന്നപ്പോൾ അവൻ വളരെ തീരെ ചെറുതായിരുന്നു. ഓട്ടോയിൽ വെച്ചിട്ട് ചേട്ടായി മടിയിൽ വെച്ചിട്ട് അവൻ എനിക്ക് കൊണ്ട് തന്നെ അത്ര കുഞ്ഞായിരുന്നു. കുഞ്ഞായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം നമുക്ക് വേറെ പ്രോഗ്രാമൊന്നും ഇല്ല, ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ശരിക്കും വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയിപ്പോയി. ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ നമ്മളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ പേരൻസോ അല്ലാതെ ആൾക്കാർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല ഒരിക്കലും. നമ്മൾ കൊടുക്കുന്ന എന്താണോ അതിന്റെ ഇരട്ടിയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് തിരിച്ചറിഞ്ഞ സമയത്താണ് ഞാൻ എന്തിനാണോ അവനെ വാങ്ങിയത് അത് വിൽക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിനുള്ളതാണെന്നുള്ള കാര്യം ഞാൻ മറന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവൻ എത്ര നാള് അവന്റെ ആയുസോടെ ഈശ്വരൻ അവൻ എന്ത് ആയുസ് കൊടുക്കുന്നോ അതുവരെ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിനെ ഞാൻ അറക്കാൻ കൊടുക്കത്തില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള കമന്റ്സ് ആണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇന്ന് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പോൾ എല്ലാവരോടും മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അങ്ങനെ ഞാനൊരു FB-ൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടതാണ്. അത് ഞാനും അവനും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എന്താണെന്നുള്ളതും എനിക്ക് അവനെ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് എന്റെ ചുറ്റുമുള്ള ആൾക്കാരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റ് ഒന്ന് വൈറലായി. അതിന്റെ ഇതിലാണ് ഞാനിപ്പോ ഇരുന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പോ ഇപ്പൊ എന്നോട് എല്ലാരും വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങളൊരു പോത്തിനെ മേടിച്ച് വളർത്താൻ വേണ്ടി പോകുവാണ്. അപ്പൊ ഇന്ന് നമുക്ക് പെർഫോമൻസിലേക്കുള്ള സമയം അങ്ങോട്ട് നോക്കുമ്പോൾ പുള്ളി പാവാടയോ അല്ല പുള്ളി ബ്ലൗസ് ഇട്ട് നല്ല സുന്ദരി കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഒരു പെർഫോമൻസ് ആണോ? എന്താണ് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി? തനത് നാടൻ പാട്ടാണ് ചെയ്യുന്നത്. അത് ആലപ്പുഴയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു കൃഷിപ്പാട്ടാണ് ചെയ്യുന്നത്. ശരി, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും വന്ന് തകർക്കൂ. ഇതാണ് നമ്മുടെ കൂടെയുള്ള മാഷ് അല്ലേ? അതെ, ഇതാണ് മണിക്കുട്ടൻ, എന്റെ ഏട്ടായി. ഓക്കെ, നമസ്കാരം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാരും കാണാൻ സാധിച്ചതിലും. അപ്പൊ ധൈര്യമായിട്ട് പെർഫോമൻസിലേക്ക് കിടക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. തയ്യാറ
ഏതകതാരിക 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 തകതാദിനും തകതാദിനും തകതയ്യാർ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ആര്യങ്കാവില് വേലയ്ക്കു പോയാൽ കൊണ്ടുണ്ട് കൊള്ളുന്നു മുടിയാട്ടമുണ്ട് 500 തൂക്കമുണ്ട് 60 കെടുരൻ നാടിത്തി മുറുക്കാൻ പാർവള്ളി പാട്ടുണ്ട് നീയൊന്നൊരുങ്ങടി കൊച്ചരിക്കാലി ഏതകതാരിക 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 തകതാദിനും തകതാദിനും തകതയ്യാർ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ഒന്ന കുരുന്നൊല തെങ്ങുമ്മ കയറിയതും കുട്ടൊല വെട്ടിട്ട് താഴത്തു വീണതും ആ തയ്യൊല കൊണ്ടൊരു കാതൊല തീർത്തതും കാതിലിട്ടാട്ടിട്ട് താളം പിടിച്ചതും മുടിയഴിച്ചിട്ടിട്ട് കൈതപ്പു ചൂടി കാവിലെ മുടിയാട്ട പാട്ടൊന്നു കേട്ടിട്ട് താളത്തിൽ അടിച്ച് നൃത്ത് കളിച്ചതും ഓർക്കന്റെ പൊന്ന് ഏതകതാരിക 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 തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ആദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാർ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ആദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാര തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ആദിത്തിനും തകതാദിനും തകതാദിനും തകതയ്യാർ തകതാദിനും തിമിതയ്യാദിനും തിമിതാദിനും തിമിതയ്യാര ദയ്യ 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 തകതൈ അതായത് ഇവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് വാക്കുകളോണ്ട് എനിക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് പാട്ടും ഡാൻസും ഇത് എല്ലാം കൂടി നിങ്ങൾ എന്ത് കണ്ടോ, രോമാഞ്ചം കണ്ടോ? അത്രയും എനിക്ക് അത്ഭുതമായി തോന്നി. ഗംഭീരം അല്ലെ അഫ്സലിക്ക? എന്താ പറയാനുള്ളത്? വാക്കുകളില്ല. അതെ, വാക്കുകൾ ഇല്ല. ഇവരാണ് ആ വിൻ ചെയ്ത ടീം അല്ലേ? ഓൾ ഇന്ത്യ യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം നേടിയ നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത പെൺ കരുത്ത് നിങ്ങളാണല്ലേ? ഗ്രേറ്റ്. അപ്പൊ എന്തായാലും വരൂ, നമുക്ക് ഇവർക്ക് ഒരു മൊമെന്റോ പ്രസന്റ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ മാഷിനെയും കൂടി ഇൻവൈറ്റ് ചെയ്യാനുണ്ട് അല്ലേ? അദ്ദേഹത്തെ കൂടി നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വരൂ. അപ്പൊ പറയൂ അഞ്ജന, എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേദിയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഈ ഞങ്ങൾ 9 പെൺകുട്ടികളിവിടെ നിൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ആളാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടായുടെ ഒപ്പം ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ, സാറിൻ്റെ ഒപ്പം ഒത്തിരി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധിക്കുന്ന ഗായകരാണ് കൂടെയുള്ളത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. അതിനും അപ്പുറം ഈ ഒരു പാട്ട് പാടി ഒരു വേദിയിൽ നിന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് ഈ പാട്ട് പാടുന്നത്. ഒരു 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയൊരു സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ നിർത്തിയതാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത വേദി എന്ന് പറയുന്നത് റെഡ് കാർപ്പറ്റിന്റെ ഈ ഒരു വലിയൊരു വേദിയാണ്. അപ്പൊ ആ തോൽവിയിൽ നിന്ന് ഞങ്ങൾ വന്ന് ഇത്രയും വലിയൊരു വിജയത്തിലേക്കാണ്. അപ്പൊ അതിലൊരുപാട് അപ്പൊ എന്തായാലും ഇനി ഇതേപോലുള്ള ഒരുപാട് വിജയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വേദികളിൽ നിങ്ങളുടെ ഈ പെർഫോമൻസ് ലോകമെമ്പാടുമുള്ള ആളുകൾ കാണട്ടെ ഞങ്ങൾ ആശംസിക്കുകയാണ് അല്ലേക്കാ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എനർജറ്റിക് പെർഫോമൻസോട് കൂടിയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അഫ്സലിക്കും ശ്രേയക്കുട്ടിക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഷോയിൽ വന്ന് ഞങ്ങളുടെ കണ്ടസ്റ്റൻസിനെയും ഞങ്ങളുടെ പ്രേക്ഷകരെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചു, നല്ല നല്ല പാട്ടുകൾ കേട്ടു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായിട്ട് അല്ലെങ്കിൽ പുതിയ കണ്ടസ്റ്റൻസുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. Till then, take care and bye bye. This is Red Carpet.